ചേട്ടാ നമസ്കാരം. നമസ്കാരം. താലിബാൻ പാകിസ്ഥാനിൽ വലിയൊരു ആക്രമണം നടത്തി കഴിഞ്ഞതേ ഉള്ളൂ. ആ ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് പാകിസ്ഥാൻ ഇതുവരെ മുക്തമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം പാക് നാറ്റോ ഒക്കെ സൗദിയൊക്കെ പാകിസ്ഥാനെ സഹായിക്കാൻ വരുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ താലിബാന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ആക്രമണമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഏഹ്, അവര് ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഈ പാകിസ്ഥാൻ സൈനികരെ കൈയും കാലും കെട്ടി താലിബാൻ പിടിച്ചിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപ്പൊ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് പാകിസ്ഥാന്റെ മനോവീര്യം കെടുത്തും. ഇന്ന് താലിബാന്റെ ഒരു മൂവ് എന്ന് പറയുന്നത് ഈ പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ ആയുധങ്ങളെല്ലാം പൊതുനിരത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ, വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ഇംഗ്ലണ്ടിലടക്കമുള്ള യൂറോപ്പിലടക്കമുള്ള പാകിസ്ഥാനികളെ അവിടെയുള്ള അഫ്ഗാനിസ്ഥാനികളെ ഓട്ടിച്ചിട്ടടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. താലിബാൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിർത്തിയിൽ അവർ തമ്പടിക്കുന്നു, നിലയുറപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കൊടുത്ത വാർത്തയാണ്. ഈ അതിർത്തിയിൽ താലിബാൻ നിലയുറപ്പിക്കുമ്പോൾ ഏത് നിമിഷവും വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് അതുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ സൈന്യവും താലിബാനും തമ്മിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം എടുത്തു പറയണം. ഈ താലിബാന് പിന്നിൽ ഇന്ത്യയാണെന്ന് ഈ യുവമാര് കൃത്യമായിട്ട് പറയുമ്പോൾ ഈ ചൈനയുടെ ഡ്രോണുകൾ താലിബാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ആർമി അടി കിട്ടിയപ്പോ അവര് പാകിസ്ഥാൻ എയർഫോഴ്സിനെയാണ് ആദ്യം വിളിച്ചത്, ഞങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞു. അതെന്തിനാ പാകിസ്ഥാൻ എയർഫോഴ്സിനെ വിളിക്കുന്നത്? അപ്പൊ ചൈനയുടെ ഡ്രോണുകൾ, ചൈന 2020 മുതലേ ഡ്രോണുകൾ കൊടുക്കുന്നുണ്ട്, 23 കൊടുക്കുന്നുണ്ട്, ബ്ലോവിഷ് ഡ്രോണുകളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇവിടെ ഉപയോഗിക്കുന്നത് FPV ഡ്രോണുകളാണെന്ന് പറയുന്നുണ്ട്. വലിയ അടിയായിരുന്നു നടന്നതെന്ന് പറയുന്നുണ്ട്. ഏകദേശം 100-ലധികം പാകിസ്ഥാൻ പട്ടാളക്കാർ മരിച്ചിട്ടുണ്ടെന്ന് അനൗദ്യോഗികമായിട്ട് വിവരങ്ങളുണ്ട്. അപ്പൊ താലിബാൻ ഇതിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു അടി ഈ പാകിസ്ഥാന് താലിബാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ താങ്ങാനായിട്ട് സാധിക്കും. എന്താണ് തോന്നുന്നത്? ഇത് ഇപ്പോൾ നമ്മളിവിടെ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് കാണ്ഡഹാറിന് സമീപം ഷൊറാബാഗ് ജില്ലയ്ക്ക് സമീപം വലിയ രീതിയിൽ വെടിവെപ്പ് നടക്കുകയാണ്. 7 അഫ്ഗാൻ സിവിലിയൻസിനെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. 2 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള ഇതൊക്കെ ഒഫീഷ്യലി പറയുന്നത്. ഒഫീഷ്യലൊന്നും ആയിരിക്കില്ല, ഇതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ ആയിരിക്കാം. ഇപ്പൊ ധനുഷ് തന്നെ പറഞ്ഞു 100 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. 58 പേരാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത്. ഇതൊക്കെ സ്വാഭാവികമാണത്. പക്ഷേ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയല്ല. കാരണം ഇത് രണ്ടും ഒരു വിഭാഗം ജനങ്ങൾ ഇടപഴകി നിൽക്കുന്ന ഒരു 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 ഭൂപ്രദേശമാണ്. അതുകൊണ്ടാണ് അതിന്റെ അലയൊലികൾ UK, ബ്രിട്ടനിൽ പോലും നാം കാണുന്നത്. കാരണം അവിടെ വിദ്യാർത്ഥികൾ തമ്മിലാണെങ്കിലും ആളുകൾ തമ്മിലാണെങ്കിലും ഈ അഫ്ഗാന്റെയും പാകിസ്ഥാന്റെ ആളുകൾ തമ്മിലാണെങ്കിലും ഏറ്റുമുട്ടുന്നൊരു കാഴ്ച. നേരെ മറിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തോ പഹൽഗാമിന്റെ സമയത്തോ ഒന്നും ഇന്ത്യക്കാരും പാകിസ്ഥാനും ലോകത്തെങ്ങും ഏറ്റുമുട്ടിയതോ അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്തിയിരുന്നു പാകിസ്ഥാൻ നടത്തി, നമ്മളും നടത്തി. അതല്ല, ഒരു ഏറ്റുമുട്ടലിലൊന്നും വാർത്തകൾ നമ്മൾ കേട്ടിരുന്നില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഹോസ്റ്റൽ മുറികളിലും മറ്റുമൊക്കെ ഈ അഫ്ഗാനികളും പാകിസ്ഥാനികളും താമസിക്കുന്ന കോളേജ് ഹോസ്റ്റലിലും മറ്റുമൊക്കെയാണ് വലിയ രീതിയിൽ സംഘർഷം നടക്കുന്നത്. ഇപ്പൊ ലോകമെമ്പാടും അത് വ്യാപിച്ചിരിക്കുന്നു. കാരണം അത്രത്തോളം എന്താണ് ഈ ഉള്ളിൽ ഉറഞ്ഞ പ്രതികാരമാണ് ഈ 2 രാജ്യങ്ങൾക്കുമുള്ളത്. കാരണം അഫ്ഗാനിസ്ഥാനികൾക്ക് കണ്ണുകീറെ കണ്ടുകൂടാത്തൊരു വിഭാഗം പാകിസ്ഥാനികളാണെന്നുള്ളതാണ് മറ്റൊരു ഇത്. കാരണം നമ്മുടെ ഇവിടുന്ന് പോകുന്ന ബ്ലോഗർമാരൊക്കെ അത് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടൽ നടന്നു. ഖത്തറും ഇറാനും സൗദിയൊക്കെ ഇടപെട്ടു. അവർ പറഞ്ഞു, അഫ്ഗാനിസ്ഥാനോടും പാകിസ്ഥാനോടും പറഞ്ഞു നിങ്ങൾ ഇനി സംഘർഷത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ വെടിനിർത്തി. പക്ഷെ അപ്പോൾ ആ മുത്തക്കി ഇന്ത്യയിലായിരുന്നു. മുത്തക്കി പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ വെടിനിർത്തലാണ്. ഇത് വെടിനിർത്തൽ എന്ന് പറയാൻ കഴിയില്ല. ഇതിനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും എന്ന് അദ്ദേഹം ഒന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ട്രംപ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഞാൻ ഇച്ചിരി തിരക്കാണ്, ഞാനിപ്പോൾ ഇനി അങ്ങോട്ടാണ് എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ആണ് ഈ കാണ്ഡഹാറിന് സമീപം വെടിവെപ്പ് ആരംഭിക്കുകയും വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുകയും ചെയ്തു. ഇതിന്റെ പിന്നിലുള്ള റീസൺ 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ലോക്കൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മൃതദേഹങ്ങൾ, അതായത് ഈ താലിബാന്റെ ആളുകളുടെ മൃതദേഹങ്ങൾ പാക് സൈനികർ വലിച്ചഴച്ചു കൊണ്ടുപോയി മറവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതായിരുന്നു കാരണമെന്ന് പറയുന്നു. ഏതായാലും അതിന്റെ ഒരു എന്താ കാര്യം എന്നറിയില്ല. കാരണം 2 വിഭാഗം യുദ്ധത്തിനായി നിൽക്കുന്ന ഒരു സാഹചര്യം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇതേ സമയത്ത് തന്നെ ഖൈബർ പഖ്തൂൺ മേഖലയിൽ തെഹ്രിക്കെ താലിബാൻ വലിയ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. തെഹ്രിക്കെ താലിബാൻ ആക്രമണം അഴിച്ചുവിട്ട് നമ്മുടെ POKയുടെ ബോർഡർ ചേരുന്ന തെഹ്രിക്കെ ഈ പഖ്തൂൺ മേഖലയിലാണ്, ഖൈബർ പഖ്തൂൺ മേഖല. നമ്മൾ ഇന്നലെ ഖൈബർ ചുരത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ നമ്മൾ
അതിന്റെ ജിയോഗ്രഫി നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു ഭാഗത്താണ് ഇവർ ആക്രമണം നടത്തുന്നത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന അടി, അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഈ സംഘർഷത്തിൽ തന്നെ ഖൈബർ പക്തൂൺ മേഖല സ്വതന്ത്രമാക്കിയെടുക്കുക. അവർ പറയുന്ന ശരീഅത്ത് നിയമം, അതായത് താലിബാനെ പോലെയുള്ള ശരീഅത്ത് നിയമം ഖൈബർ പക്തൂൺ നടപ്പാക്കുക, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പാകിസ്ഥാൻ ഭരണകൂടം ഇവരുമായി ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഇവർ ആ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ഖൈബർ പക്തൂണിലുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇത് നമ്മൾ കണ്ടതാണ് ഇതിന് സമാനമായ ഒരു കാഴ്ച. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. അതിന് സമാനമായിട്ട് അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഈ താലിബാന്റെ തന്നെ ബ്രാഞ്ചസിയായ ഇല്ലെങ്കിൽ അവരുടെ സഹോദര സ്ഥാപനമായ തെഹ്രിക്കെ താലിബാൻ ഖൈബർ പക്തൂൺ മേഖലയിൽ വലിയ രീതിയിൽ സംഘർഷം നടത്തുകയാണ്. അവർക്ക് സപ്പോർട്ടായിരുന്നു. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പാക് സൈന്യത്തെ സംബന്ധിച്ച് വലിയ തലവേദന പിടിച്ച സംഭവം. കാരണം ഒന്ന്, രാജ്യത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അരങ്ങേറിയ TLP എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ഇവിടെ ഇന്ത്യയും കുറച്ചുകൂടി ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇവിടെ പാകിസ്ഥാൻ പറയുന്ന കാര്യം ഇന്ത്യയാണ് ഇതിന് പിന്നിൽ. അതിനവർ പറയുന്നത് ഇന്ത്യയാണ് പണം നൽകുന്നത്. അപ്പോൾ ആയുധം നൽകുന്നത് ആരെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വ്യക്തമായി തുടങ്ങുന്നുണ്ടല്ലോ. ചൈനയാണ് ആയുധം നൽകുന്നത്. പണം നൽകുന്നത്, വാങ്ങിക്കാനുള്ള പണം നൽകുന്ന ഇന്ത്യയും ആയുധം കൊടുക്കുന്നത് ചൈനയുമാണ് ഇവർക്ക് അടിക്കാനുള്ളത്. കാരണം ഇവർക്കും വെപ്പൺസും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഇത് തന്നെയാണ് പാകിസ്ഥാൻ നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ചെല്ലും ചെലവും കൊടുത്തു നിർത്തിയിരിക്കുന്ന ഗുണ്ടകളാണ് താലിബാൻകാർ, അഫ്ഗാനിസ്ഥാൻകാർ. കാരണം ഇന്ത്യക്ക് പാകിസ്ഥാനിൽ എപ്പോഴൊക്കെ പ്രശ്നം നടക്കണോ അപ്പോഴൊക്കെ ഈ താലിബാനെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, ചാവേർ സ്ഫോടനങ്ങൾ ഇതൊക്കെ നടത്തുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ലോകത്തെമ്പാടും നടത്തുന്ന ഈ അജ്ഞാതന്മാരുടെ പിന്നിൽ ഈ അഫ്ഗാനികളാണ്. അവരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്, വാടകയ്ക്കെടുത്തിട്ടാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് പാകിസ്ഥാന്റെ ആരോപണം പോകുന്നത്. പക്ഷെ ചൈനീസ് ഡ്രോണുകളും കൂടി അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ജിയോ പൊളിറ്റിക്സ് പാടെ മാറി മറിയുകയാണ്. അതാണ് നമ്മുടെ ശ്രദ്ധേയമായ കാര്യം. പാകിസ്ഥാൻ ചൈനയെ പറയുന്ന തങ്ങളുടെ ഇരുമ്പ് സുഹൃത്ത് എന്നാണ്, അയൺ ഫ്രണ്ട് എന്നാണ് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷെ ഇരുമ്പ് സുഹൃത്തല്ല എന്നുള്ള കാര്യം ഇപ്പോൾ തെളിയുന്നു. ഒരുപക്ഷെ ചൈനയുടെ ഒരു ജന്മനാ ഉള്ളൊരു സ്വഭാവം ചതിക്കുക എന്നുള്ളതാകാം. ഇനി അതല്ല എങ്കിൽ ചൈന മനഃപൂർവ്വം, കാരണം ചൈനയെ സംബന്ധിച്ച് ഈ പാകിസ്ഥാന്റെ മണ്ണ് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, പക്ഷെ അഫ്ഗാന്റെ മണ്ണിലേക്ക് അമേരിക്കയോ മറ്റുള്ളവരെ കടന്നു കയറുന്നതിന് അവർ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർക്കത് പ്രത്യക്ഷമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം അഫ്ഗാനിസ്ഥാനുമായി ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്, കാരക്കോറം ഹൈവേ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു മേഖലയുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് കളി മാറ്റാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ അഫ്ഗാന്റെ മണ്ണിൽ വലിയ ഖനനത്തിനും മറ്റുമൊക്കെ ഒരു ഒരുക്കം ഇപ്പോൾ ചൈന തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യയും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ 2 രാജ്യങ്ങളെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ അവരെ സംബന്ധിച്ച് വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു മുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് വിട്ടുകൊടുക്കാൻ കഴിയും. ഒരുപക്ഷെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, ഇല്ല ചെയ്യുന്നുണ്ടാകാം, അത് നമുക്കറിയില്ല. ഏതായാലും ഇനിയിപ്പോൾ അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ട്രംപ് ഇല്ലെങ്കിൽ അമേരിക്ക ഏത് തരത്തിലായിരിക്കും ഇവിടെ ഇടപെടുന്നത്. ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞു. ഇതിന്റെ തിരക്ക് മൂലം എനിക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇനി അടുത്തത് അവിടെയാണ്, വേണമെങ്കിൽ ഞാൻ 9ാമത്തെ യുദ്ധവും അവസാനിപ്പിക്കാമെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവസാനിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏതായാലും നമ്മളൊക്കെ കരുതിയത് ഒരു അടിയും തിരിച്ചടിയും കൊണ്ട് അവിടെ അവസാനിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ കാണ്ഡഹാറിൽ വെടിവെപ്പ് തുടരുന്നു, വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ വാർത്തയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു രൂക്ഷകരമായിട്ടുള്ള വീഡിയോസും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.